പാതിരാക്കി നീരാട്ടും കഴിഞ്ഞിങ്ങനെ തീ കായാനിരിക്കുന്നത് ഒരു പ്രത്യേകതരം സുഖാണല്ലേ. ബാക്കിയുള്ളവർക്ക് ഈ നട്ടപ്രാന്തി ഇല്ലാത്തതുകൊണ്ട് നട്ടപ്പാതിരക്കല്ല, നേരം വെളുത്തപ്പോഴാണ് നീരാട്ടിനിറങ്ങിയത്. അങ്ങനെ നിങ്ങൾ ഈ കാണുന്നതാണ് ചരിത്ര നിമിഷം. നീന്തൽ അറിയാത്ത ഞാൻ, ഒരു തിരുത്തലുണ്ട്, നീന്തൽ അറിയാതിരുന്ന ഞാൻ പൂളിലെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അങ്ങനെ നീന്തി തുടിക്കുകയാണ്. ഇവിടുത്തെ ബാക്ക് വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്ന അതേ സ്ഥലത്ത് ഓർമ്മകൾ അയവർക്കാൻ പോയിരുന്നു. അന്ന് നമ്മുടെ കൂടെ പൊന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവനോട് അന്ന് തള്ളിമറിച്ച കുറെ കഥകളൊക്കെ തകർന്നടിഞ്ഞു. കഴിഞ്ഞ വട്ടം റോസാപ്പൂക്കളായിരുന്നെങ്കിൽ ഇപ്രാവശ്യം പേരറിയാത്ത ഈ പൂക്കളായിരുന്നു മെയിൻ അട്രാക്ഷൻ. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ വാഗമണ്ണിലുള്ള റിസോർട്ടിൽ എത്തിയിട്ടാ. അവിടേക്കുള്ള വരവൊക്കെ മറക്കാനാവാത്ത ഓർമ്മകളായിരുന്നു. രാവിലെ തന്നെ റൂമിൽ നിന്നുള്ള കോട വ്യൂ കാണാൻ നേരത്തെ എണീക്കണം എന്നുണ്ടായിരുന്നെങ്കിലും ലേറ്റ് ആയി കിടന്ന കാരണം കോടയുടെ പാട്ടിന് പോയി. ഇനി ആ കാണുന്ന വാഹനത്തിലൊന്ന് കയറിയാലോ? ബാ. ധൈര്യശാലികളായ ഞങ്ങൾ മൂവർ സംഘമാണ് ആദ്യം ചാടി പുറപ്പെട്ടതെങ്കിലും പിന്നാലെ ചേട്ടനും കിച്ചേച്ചിയും പറഞ്ഞു. എൻ്റെ ലൈഫിലെ ഗോൾഡൻ 15 മിനിറ്റ്സ് എന്ന് പറയാവുന്ന 15 നിമിഷങ്ങളായിരുന്നു അത്. ആകാശത്തങ്ങനെ പക്ഷികളെ പോലെ പറന്നു നടക്കാം. സത്യത്തിൽ നമ്മൾ കാണുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ് പക്ഷികൾ ഈ ഭൂമിനെ കാണുന്നതെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. തിരിച്ച് റൂമിലെത്തിയപ്പോൾ നല്ല ജില്ലെന്നുള്ള മഴയും മിന്നലും. മഴ ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ വാഗമൺ വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പോണ വഴിതാ ഈ കടയിൽ നിന്ന് നല്ല ചൂട് കാപ്പിയും മാഗിയും കഴിച്ചു. കടയുടെ ഫ്രണ്ട് വ്യൂവിനേക്കാളും അടിപൊളി ബാക്ക് വ്യൂ ആയിരുന്നു കേട്ടാ. എന്തുട്ടായിരുന്നു സെറ്റപ്പ്, വൈബ് സ്ഥലം. പോണ വഴി റൂമിന്റെ താക്കോല് കൊടുക്കാൻ മറന്നപ്പോ എന്നെയും പൊന്നൂനെയും വഴിയിൽ നിർത്തി അവർ കീ കൊടുക്കാനായി പോയി. വെറുതെ നിന്ന് ശീലമില്ലാത്തതുകൊണ്ട് അവിടുത്തെ തേയിലത്തോട്ടത്തിന്റെ മണ്ടയിൽ കയറി 4 ഫോട്ടോസും 4 വീഡിയോസ് എടുക്കുന്ന ടൈം കൊണ്ട് അവരെത്തി.